മുനമ്പം വഖഫ് വിഷയം വീണ്ടും ഒരു പുതിയ പോർമുഖം തുറക്കാൻ വേണ്ടിയുള്ള ചൂണ്ടയിടൽ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ആ ചൂണ്ടയിൽ ഈ രണ്ട് സമുദായങ്ങൾ, ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും, വളരെ ശ്രദ്ധാപൂർവം യുക്തിപരമായി ഒരു സമവായത്തിലേക്കും പരിഹാരത്തിലേക്കുമുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. കാരണം ഈ വിഷയങ്ങളെ ചൊല്ലി കേരളത്തിൽ രണ്ട് സമുദായങ്ങൾക്കിടയിൽ വലിയ ഭിന്നതയുണ്ടാകുമെന്നും ആ ഭിന്നത രാഷ്ട്രീയമായി മുതലെടുക്കാമെന്നും ഒക്കെ കരുതിയിരിക്കുന്നവരെയെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ അവരവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി രാഷ്ട്രീയ നിലപാടുകൾക്കനുസൃതമായി ഒക്കെ പ്രയോഗിച്ചത്. എന്നാൽ അതിനുശേഷം ചില പേജുകളിൽ ഇനി മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ആരും അങ്ങോട്ട് പോയേക്കരുത്, അവന്മാരനുഭവിച്ചോട്ടെ, അവന്മാർ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ആവേശ കമ്മിറ്റിക്കാർ ആഘോഷപൂർവ്വം ഇതിനെ കൈയടിച്ച് നോക്കി നിൽക്കുകയുമാണ്. വഖഫ് ബോർഡ്, ഇടതുമുന്നണിയുടെ വഖഫ് ബോർഡ്, അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഖഫ് ബോർഡാണ് ഇപ്പോൾ തുടരുന്നത്. UDF വഖഫ് ബോർഡിലേക്ക് എത്തണമെങ്കിൽ നിയമപരമായ കുറേ കടമ്പകളുണ്ട്. അപ്പോൾ ആ വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ വഖഫ് ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടു. അത് കേൾക്കുമ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനൊരു ഫോർവേഡാണ്. എന്ന് പറഞ്ഞാൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് ഇതൊരു ഗുണകരമായ കാര്യമായി അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മറുവശത്ത് ഈ പറയുന്നത് പോലെയുള്ള എതിർപ്പും വൈരാഗ്യവും വർദ്ധിക്കും. ഇത് വർദ്ധിപ്പിക്കാൻ ഈ രാഷ്ട്രീയമായി ഈ ഒത്തുചേരലിനെ ഇഷ്ടമല്ലാത്തവർ, അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവരെല്ലാവരും ഒത്തുകൂടും. ആ ഒത്തുകൂടുന്നവരുടെ ലക്ഷ്യം ഇത് പരിഹരിക്കലല്ല, മറിച്ച് ഇത് വഷളാക്കി, നമ്മൾ സാധാരണ പറയത്തില്ലേ, ഇപ്പം കുത്തു കടക്കും, ഇപ്പം മരിക്കും, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവും എന്ന് വിചാരിച്ച് കാണാൻ കാത്തു നിൽക്കുന്ന ജനക്കൂട്ടത്തെ പോലെ ഒത്തിരി പേരുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ ഇത് കത്തിക്കാൻ പറ്റുന്ന ഇടമാണ്. അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകളും ബാക്കിയുള്ള കാര്യങ്ങളും വേണമെങ്കിൽ ഓരോ സമുദായത്തിൻ്റെയും പേരിലിട്ട് ആഘോഷിക്കാനും അവസരമുണ്ടാവും. ഈ സന്ദർഭത്തെയാണ് വളരെ വിവേകപൂർണമായ നിലയിൽ കൈകാര്യം ചെയ്യേണ്ടത്. എന്നുവെച്ച് അവകാശപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ, വർഷങ്ങളായി താമസിക്കുന്നവരെ പ്രതിസന്ധിയിലാക്കാത്ത രീതിയിൽ, അവരുടെ അവകാശങ്ങൾ, ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒക്കെ അത് പരിഹരിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അതിൽ ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ അതിൽ 1-ാം നമ്പർ ഉത്തരവാദി ഇത് വിറ്റ ഈ കോളേജും അതിൻ്റെ അധികാരികളും ആ ചെയ്ത പ്രവൃത്തിയുമാണ്. അതുകൊണ്ട് ഈ കാര്യത്തെ വളരെ അവധാനതയോടെ കേരളം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇനി സമീപഭാവിയിലൊന്നും ഈ സമൂഹങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ആവശ്യമായ സംഗതികളുമായി ആരും രംഗത്ത് വരില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ ഇനിയും വാഗ്വാദവും കോലാഹലവും ഏറ്റുമുട്ടലുമാണെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്കാവും കലാശിക്കുക. അതുകൊണ്ട് വികാരമൊക്കെ മടക്കി ഒരു പെട്ടിയിൽ വെച്ച് വിവേകത്തോടെ, സംയമനത്തോടെ, നിയമവിദഗ്ധരുമായി ആലോചിച്ച് തന്നെ ഈ വിഷയത്തിന് ഒരു പരിഹാരമുണ്ടാക്കുന്നതിനാണ് ശ്രമിക്കേണ്ടത്. നമ്മളുടെ മുന്നിലേക്ക് പല ടാസ്കുകളും വരുന്നത് ആ ടാസ്കുകളെ മാനേജ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ് കൂടി പരീക്ഷിക്കാനാണ്, ആ കരുത്തുകൂടി പരീക്ഷിക്കാനാണ്. വെറുതെ ആൾക്കൂട്ട ശബ്ദമുണ്ടാക്കലും ബഹളം വെക്കലും, കാരണം ഇതിലെല്ലാവർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. ചിലർക്ക് മുസ്ലിം ലീഗ് ഒരു താല്പര്യമാണ്, ചിലർക്ക് മുഖ്യമന്ത്രി ഒരു താല്പര്യമാണ്, ചിലർക്ക് കോൺഗ്രസും CPM ഒരു താല്പര്യമാണ്, ചിലർക്ക് ലത്തീൻ കത്തോലിക്കക്കാരൊരു താല്പര്യമാണ്. ഇങ്ങനെ ഇവരിലെല്ലാം ഔഷധമൂല്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഔഷധമൂല്യങ്ങളെ പരീക്ഷിക്കാൻ, മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിക്കുന്ന ഏർപ്പാടുകൾക്ക് നിൽക്കാതിരിക്കാൻ, വിവേകം കാണിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സമുദായ മതമേലധ്യക്ഷന്മാർ ഇതിലേക്ക് അനാവശ്യ പ്രസ്താവനകൾ നടത്തി ഇതിനെ വഷളാക്കുന്നതിന് പകരം ഇത് ശാശ്വതമായി പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്.